40 വയസ്സ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു കൗമാര കാലഘട്ടം വരാനുണ്ട്. ഇത് നമ്മുടെ 2ാം കൗമാരമാണ്. കുറച്ചുകൂടി പൈസയുണ്ട്, വിവരമുണ്ട്, അനുഭവമുണ്ട്. ഈ സമയത്താണ് ഒരു രസം. പ്രേമൊക്കെ തോന്നും, ഭാര്യയോട് മാത്രം തോന്നും, ഭർത്താവിനോട്. എൻ്റെ ഭാര്യയോട്. ആരുടെ ഇയാളെ കൂടി ഞാൻ വഴി തെറ്റുമെന്ന് എൻ്റെ പേര്. ഭയങ്കര പവർഫുൾ സമയം 40+. ഇന്ത്യയിലെ പുരുഷൻ സമ്പാദിച്ചു തുടങ്ങുന്നത് 40കളിലാണ്. 20കളിൽ, നമ്മുടെ 20 വയസ്സുള്ള സമയത്ത് എല്ലാവരും നമ്മളെ പറ്റിക്കും, നമ്മളും പറ്റിക്കും. എല്ലാവരുടെ കാര്യങ്ങൾക്കും പോവും, എല്ലാവരും ഒപ്പം പോയി ഓടി നടന്ന് എന്തിനാ പോണെന്ന് ഒരു പിടുത്തമില്ലാതെ വെറുതെ ഓരോ ബൈക്കിൻ്റെ പോലും കയറിപ്പോയി സമയം കളയും. 25 വയസ്സാകുമ്പോഴേക്കൊന്ന് തിരിച്ചു നോക്കാം, അല്ലാതെ നന്നാവണ്ടേ. 30 വയസ്സാകുമ്പോഴേക്കാണ് തീരുമാനത്തിലേക്ക് എത്തുക. മാറണം. 35 വയസ്സിലാണ് ജോലിയൊക്കെ സെറ്റായി, കല്യാണം സെറ്റായി. പിന്നെ 30 വയസ്സിലൊരു കല്യാണമൊക്കെ കഴിച്ച് അതിൻ്റെ സ്ട്രഗിളൊക്കെ തീർന്ന് പിള്ളേരും പിടക്കോഴിയൊക്കെ ആയി അവസാനം ഓട്ടമൊക്കെ വെച്ച് പിന്നെ നോ പറയാൻ പഠിക്കും. ഇത് ശരിയല്ല, തരില്ല, കടം തരില്ല, അങ്ങനെ എല്ലാത്തിനും പോയി ചാടി പുറപ്പെടില്ല. അങ്ങനെ ഇരുന്ന് 40ൽ ഒരു ബോധം വരും. അല്ല, എന്തൊക്കെ കളിച്ചതാ നമ്മൾ പണ്ട്, ഇനി ഒരു മാറ്റം വരണം. അങ്ങനെ ഇരിക്കും. അപ്പോൾ ഫോക്കസ്, ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയെന്ന് നമുക്ക് മനസ്സിലാവും. 40ലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രസം വരുന്നത്. 40 തൊട്ട് തകർക്കും നമ്മൾ. 50 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ടൈമാണ്. 72 വയസ്സാണ് മമ്മൂട്ടിക്ക്. മനസ്സിലായി എന്താ ഇവിടെ അവസ്ഥ എന്ന് ആലോചിക്കുക. അയാൾ ഇപ്പോഴും അടുത്ത 5 വർഷത്തിന് ബുക്കിടാണ്. അയാൾ അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നല്ല 72 വയസ്സുള്ള മനുഷ്യൻ. എൻ്റെ ഫാദറിന് 65 വയസ്സാണ്, ക്ഷീണിതനായിപ്പോയി. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടുപിടിക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പോലെ ഇല്ലെങ്കിലും മമ്മൂട്ടിയെ പോലുള്ളൊരു മകൻ എനിക്കുണ്ട് എന്നിങ്ങനെ.